സിനിമകളുടെ ഡയലോഗുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചിലത് മാസ് ഡയലോഗുകളായിരിക്കും, ഓർമ്മയുണ്ടോടാ ഈ മുഖം. ചിലത് ക്ലാസ് ഡയലോഗുകളായിരിക്കും. പിന്നിട്ട വഴികളിലെങ്ങോ കാലിൽ തറച്ച നീ എന്ന മുള്ളിനെ ഞാൻ എന്നേ മറന്നിരിക്കുന്നു. എന്നാൽ ചിലതാകട്ടെ നമുക്ക് പബ്ലിക്കായിട്ട് കേൾക്കാൻ പറ്റാത്ത ഡയലോഗുകളായിരിക്കും. എന്നാൽ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഈ ഒരു കാറ്റഗറിയെ കുറിച്ചേ അല്ല. ചില സിനിമകളിൽ ചില സിറ്റുവേഷൻസ് ഒരൊറ്റ ഡയലോഗുകൾ കൊണ്ട് തന്നെ മാറി മറിഞ്ഞു പോകാറുണ്ട്. ചിലപ്പോൾ ആ ഡയലോഗുകളായിരിക്കും ആ സിനിമയുടെ ഗതി തന്നെ മാറ്റിമറിക്കുന്നത്. അത്തരം ചില ഡയലോഗുകളെ കുറിച്ചാണ് തെക്കിനി ഇന്നോട് സംസാരിക്കാൻ പോകുന്നത്. ഒരു നാട്ടിലെ ഏറ്റവും വലിയ കള്ളൻ വിഗ്രഹം മോഷ്ടിച്ചു എന്നാരോപിച്ച് നാട്ടുകാരെല്ലാവരും അവനെ പിടികൂടാൻ പോകുന്നു. പറഞ്ഞു വരുന്നത് ഇതിനെക്കുറിച്ചല്ല, ഇതിനെക്കുറിച്ചാണ്. മീശ മാധവനിൽ ഈപ്പം പാപ്പച്ചി മോഷ്ടിച്ച വിഗ്രഹം ചേക്കിൽ ഏതോ പൊട്ടക്കിണറ്റിലുണ്ടെന്ന് മാധവൻ അറിയാം. വിഗ്രഹം ഈ പരിസരത്തുള്ള ഏതൊരു പൊട്ടക്കിണറ്റിലുണ്ട്. ഒരൊറ്റ രാത്രി കൊണ്ട് ഈ വിഗ്രഹം കണ്ടുപിടിക്കാൻ വേണം, തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണം. മുള്ളാണിപ്പപ്പന്റെ അടുത്ത് മാധവൻ പറയുന്ന ഒറ്റ ഡയലോഗില് ആ പ്രശ്നത്തിന്റെ ചുരുളഴിക്കുകയാണ് തിരക്കഥാകൃത്ത് രഞ്ജൻ പ്രമോദ്. എന്താ കയ്യിൽ ചോര? അത് സാരമില്ല, കാല് തെറ്റി പൊട്ടക്കിണറ്റിൽ വീഴാൻ പോയപ്പോ കയറി പിടിച്ചാൽ മുറിക്കില്ല. കൈക്കെന്ത് പറ്റി? ഇതാ പൊട്ടക്കിണറ്റിന്ന് കയറിയപ്പം കാല് തന്നെയതാ, കയറി പിടിച്ചത് മുരിക്കലും. പപ്പേട്ട, വിഗ്രഹം പപ്പേട്ടന്റെ പറമ്പിലെ പൊട്ടക്കിണറ്റില്ല. സാഹചര്യം കൊണ്ട് ഊമയായി ജീവിക്കേണ്ടി വരുന്ന ഒരു യുവാവിന്റെ കഥ. രമണന്റെ ചങ്കചകിയിലൂടെയാണ് ഉണ്ണിയുടെ രണ്ടാം ജന്മം തുടങ്ങുന്നത്. വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ഉണ്ണിയെ ജീവിതത്തിലേക്ക് വലവീശി പിടിച്ച രമണൻ. ഈ രമണന്റെ ഒറ്റ ഡയലോഗാണ് ഉണ്ണിയെ വീണ്ടും വെള്ളത്തിലേക്ക് ആക്കുന്നത്. അതെ, മരിച്ചു പോയെങ്കിലും അവനൊരു നല്ല നിലയിൽ എത്തിയില്ലേ, അതോർത്തെങ്കിലും സന്തോഷിച്ചു. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂവും പെണ്ണല്ലോ, പെണ്ണല്ലോ. അതെ, മഹേഷിന്റെ പ്രതികാരം. ബട്ടർഫ്ലൈ എഫക്ട് എന്ന തിയറി ബേസ് ചെയ്തെന്ന മലയാളത്തിലെ ഒരു സിനിമ. ജിംസൺ മഹേഷിനെ തല്ലാനുള്ള സിറ്റുവേഷൻ ഉണ്ടാകുന്നത് തന്നെ മഹേഷിന്റെ വായിൽ നിന്നും അറിയാതെ വരുന്ന ഒറ്റ ഡയലോഗ് കാരണമാണ്. ഒരുപക്ഷെ മഹേഷ് ആ ഡയലോഗ് അവിടെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമേ അവിടെ ഉണ്ടാവില്ലായിരുന്നു. തെന്നിന്ത്യൻ സിനിമയിൽ ഒരു കാലത്ത് പകരം വെക്കാനില്ലായിരുന്നൊരു നായിക, മലയാള സിനിമയെ ഒരു കാലത്ത് പിടിച്ചു കുലുക്കിയ നായിക. നീണ്ട ഇടവേളയ്ക്ക് ശേഷം നയൻതാര മോളിവുഡിലേക്ക് തിരിച്ചു വന്നൊരു സിനിമയായിരുന്നു ബോഡിഗാർഡ്. അന്ന് വരെ മലയാള സിനിമ കണ്ട ലവ് സ്റ്റോറികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്ലോട്ടുള്ള സിനിമയായിരുന്നു ബോഡിഗാർഡ്. ക്ലൈമാക്സ് സീനിൽ ജയകൃഷ്ണൻ സേതുവിനോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യത്തിലൂടെയാണ് സിനിമയുടെ ഗതി മാറുന്നതും ജയകൃഷ്ണന്റെ ലൈഫിൽ പുതിയൊരു ടേണിംഗ് പോയിന്റ് തുടങ്ങുന്നതും. ഒരു കൂട്ടുകാരിയും ചെയ്യാൻ പാടില്ലാത്ത ചതിയാ ഞാൻ എന്റെ അമ്മോനോട് കാണിച്ചത്. അല്ലെങ്കിലും മോന്റെ പപ്പയെ പോലുള്ള ഒരാളെ സ്വന്തമാക്കാൻ ഭാഗ്യം കിട്ടിയ ആരാ വിട്ടുകൊടുക്കുക? പല സിനിമകളിലും ഇത്തരം വഴിത്തിരിവുകളാകുന്ന ഡയലോഗുകളുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ഡയലോഗുകൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും സന്ധിക്കുന്നവരെ